നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ എത്തിച്ച് പിണറായിയുടെ വീട്ടുപടിക്കൽ തെളിവെടുപ്പ് കഴിഞ്ഞതോടെ പാർട്ടിയിൽ പൊട്ടിത്തെറി. പിണറായിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എന്നിട്ട് പിണറായി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വ്യാപക പരാതി. ഇനി തല്ലുകൊള്ളാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് അണികൾ കടുപ്പിക്കുന്നു. അന്ന് റെയ്ഡ് കഴിഞ്ഞ് ഒരു വാർത്താ സമ്മേളനം നടത്തിയതല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ പിണറായി തയ്യാറാകുന്നില്ല. ജയിലിൽ കിടക്കുന്നവരെ കാണാനോ അവരുടെ കാര്യങ്ങൾ അറിയാനോ പോലും പിണറായിക്ക് താല്പര്യമില്ല. മകളെ ഇഡി ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് പോംവഴിയെന്ന് പരക്കം പായുകയാണ് ഇരട്ടച്ചങ്കൻ. പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം പിണറായി വിജയൻ പാടെ മറന്നിരിക്കുന്നു. തലയിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: വീണ വിജയനെ എങ്ങനെ രക്ഷിച്ചെടുക്കും. പിണറായി വിജയൻ ഒരു വഴിക്കൂടെ കുടുംബത്തെ മാത്രം നോക്കുമ്പോൾ മറ്റൊരു വഴിക്കൂടെ പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ കടുപ്പിച്ച് രംഗത്തേക്ക് വരികയാണ്. ഒരെണ്ണം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി പോകരുത് എന്നാണ് നേതാക്കളിൽ കുറച്ചുപേർ ഇപ്പോൾ പ്രവർത്തകരോട് വ്യക്തമാക്കുന്നത്. കേസ് വീണയ്ക്കെതിരെയാണ്. കോടതി ഉത്തരവോടെയാണ് ഇഡി എത്തുന്നത്. ചോദ്യം ചെയ്യലോ അറസ്റ്റോ എന്തും ഉണ്ടായേക്കാം. പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് നേതാക്കൾ കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ നിന്ന് ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീണയ്ക്കും CMRLലെ ഉദ്യോഗസ്ഥർക്കും കർത്ത ഉൾപ്പെടെ ഉള്ളവർക്കും സമൻസ് അയക്കുന്ന നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. തുടർന്ന് വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യലായിരിക്കും. ഇതോടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം നടത്താനും സാധ്യതയുണ്ട്. ഇതോടെ പിണറായി വിജയൻ വല്ലാത്ത പരിങ്ങലിലേക്ക് എത്തിയിരിക്കുന്നു. പാർട്ടി ഇനി വലിയ രീതിയിൽ പിണറായിക്ക് സഹായം കൊടുക്കാൻ സാധ്യതയില്ല. MV ഗോവിന്ദനും AK ബാലനും ഉൾപ്പെടെ മുതിർന്ന കുറച്ച് നേതാക്കൾ മാത്രമാണ് പിണറായിയെ താങ്ങി ഇപ്പോഴും നിൽക്കുന്നത്. മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. CPIയും കടുത്ത ഭാഷയിലാണ് പിണറായിക്കും കുടുംബത്തിനും നേരെ വിമർശനം ചൊരിയുന്നത്. പിണറായിക്കെതിരെ വന്നാൽ സംസാരിക്കാം, പക്ഷേ മകൾക്കെതിരെ ആയാൽ ഒന്നും പറയാൻ ഞങ്ങൾ വരില്ല എന്ന് CPIയും മറ്റ് ഘടകകക്ഷികളും പറയുന്നു. ഇതോടെ പാർട്ടിയിൽ വല്ലാത്ത തിരിച്ചടി നേരിട്ട് നിൽക്കുകയാണ് പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞു പോയത് മുതൽ ഇഡി വേട്ടയാടൽ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിണറായിയും CPMകാരും ഒക്കെ കൂട്ടത്തോടെ കരച്ചിലായിരുന്നല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ ഒരു നേതാക്കളെയും ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ: കോടതിയിൽ നിന്ന് വന്ന ഇൻഡാസ് കുറച്ച് കനത്തിലുള്ളതാണ്. ഇതിലും വലിയ വേട്ടയാടൽ നേരിട്ടതാ സാറന്മാരെ എന്നൊക്കെ ഇനി ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. വീണയ്ക്കെതിരായ കേസ് അവർ നോക്കിക്കൊള്ളും. പ്രവർത്തകരെ തെരുവിലിറക്കി കയ്യാങ്കളി ഇനി നടക്കില്ലെന്ന് നേതാക്കന്മാർ പച്ചയ്ക്ക് പറഞ്ഞത് പിണറായി വിജയനുള്ള നേരിട്ടുള്ള മറുപടിയാണ്. ഇഡിയെ ആക്രമിച്ച് അകത്തായവന്മാരുടെ ഗതികേട് കണ്ടിട്ട് പേടിച്ച് പ്രവർത്തകരും പിന്മാറുകയാണ്. പാർട്ടി രക്ഷയ്ക്കുണ്ടാകില്ല എന്ന് ബോധ്യമുള്ളവർ പണി മേടിക്കാനില്ല എന്ന് തുറന്നടിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. ഇത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നല്ലോ: എന്നെയല്ല മകളെയാണ് ഇഡി ചോദ്യം ചെയ്തത് എന്ന്. മകളുടെ അക്കൗണ്ടാണ് പൂട്ടിയതെന്ന്. മറ്റൊരു പ്രധാന കാര്യം, ഇഡി ഇപ്പോൾ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് വീണ ഉൾപ്പെടെ കേസിൽ ഉൾപ്പെട്ടവരുടെ വസ്തുക്കൾ കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും കടന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും പിണറായിക്ക് നേരെ വലിയ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനുമൊക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആരുടെയും കുടുംബകാര്യം നോക്കാനല്ല പാർട്ടിയെന്ന് നേതാക്കൾ പറയുകയാണ്. ഇത് കൂടാതെ ഇപ്പോൾ കോടിയേരി കുടുംബത്തിൽ നിന്ന് ചില വെടിപൊട്ടിക്കൽ കഴിഞ്ഞതോടുകൂടി വീണയുടെ കാര്യത്തിൽ പാർട്ടിയോടൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പിണറായി എത്തിയിരിക്കുന്നത്. അതായത്, ഞങ്ങളെ, ഈ കുടുംബത്തെ CPMകാർ തിരിഞ്ഞു നോക്കിയില്ല, മുതിർന്ന നേതാക്കൾ തങ്ങളെ അവഗണിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വിനോദിനി പറഞ്ഞത്. ഈ വിഷയമെല്ലാം കൂടി ഇപ്പോൾ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് വീണയുടെ കാര്യത്തിൽ ഇഡി കടുപ്പിക്കുന്ന നിലപാടുകൾ എടുക്കുന്നത്. ഇഡി ആക്രമണ കേസിൽ അറസ്റ്റിലായവരും പോലീസ് ഇനി പൊക്കാനിരിക്കുന്ന 200ഓളം പേരെയും പിണറായി നല്ല വെടിപ്പായിട്ട് കൈവിട്ടിട്ടുണ്ട്. പാർട്ടിക്കാർക്കിടയിൽ ഇത് വലിയ അവമതിപ്പുണ്ടാക്കുന്നുണ്ട്. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞോ ഇഡിയെ ആക്രമിക്കാൻ എന്ന മട്ടിലാണ് പിണറായി വിജയൻ ഇപ്പോൾ. ജയിലിൽ കിടക്കുന്നവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. ജയിലിൽ കഴിയുന്ന സഖാക്കളുടെ മാതാപിതാക്കൾ മക്കളെ രക്ഷിക്കണമേ എന്ന് നേതാക്കന്മാരുടെ കാല് പിടിക്കുന്നുണ്ട്.
തലസ്ഥാനത്തെ ഒരു സീനിയർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ 25 സഖാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. CPM-നുള്ളിൽ വരും ദിവസങ്ങളിൽ മാസപ്പടി കേസിൽ പൊരിഞ്ഞ അടി നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഗോവിന്ദനും AK ബാലനും ഒരു കൂട്ടം നേതാക്കളും പിണറായിക്കൊപ്പം നിൽക്കണമെന്ന് പാർട്ടിയോട് വാദിക്കുന്നുണ്ട്. പിണറായിയുടെ മകളുടെ കേസിൽ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട എന്നാണ് ഗോവിന്ദന് വായടപ്പിക്കുന്ന മറുപടി നേതാക്കൾ തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ പാർട്ടി നേതൃത്വം ശക്തമായ എതിർപ്പുയർത്തുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞെങ്കിലും പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. എന്നാൽ മകൾ വീണയെ ED ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ പാടെ തകർക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മുൻപ് കോടിയേരിയുടെ മകന്റെ കാര്യത്തിൽ പിണറായി എന്താണോ പറഞ്ഞത് ആ നയം തന്നെ പാലിച്ചാൽ മതി എന്നാണ് മറ്റു നേതാക്കൾ പറയുന്നത്. അന്ന് പിണറായി വിജയൻ ബിനീഷിന്റെ കാര്യത്തിൽ പറഞ്ഞത് അങ്ങനെ ഒന്നും ഒരു തെളിവും കയ്യിലില്ലാതെ അന്വേഷണ സംഘം ഇവിടെ വരെ വരില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിനീഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ അത് നേരിടട്ടെ എന്നായിരുന്നു. എന്നാൽ വീണയുടെ കാര്യം വന്നപ്പോൾ പാർട്ടി കൂടെ നിൽക്കണം എന്ന നിലപാടുമായിരുന്നു പിണറായി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്നത് ബിനീഷിന്റെ കാര്യത്തിൽ എന്താണോ തീരുമാനം പിണറായി പറഞ്ഞത് അത് തന്നെയേ വീണയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാണ്. കഴിഞ്ഞ ദിവസം മുതൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക്, അതായത് തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്ക് ചിലരൊക്കെ വന്നു പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ ശേഷം മകൾ വീണ വിജയനൊപ്പം പിണറായി താമസിക്കുന്ന ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുതിർന്ന ചില നേതാക്കളും നിയമവിദഗ്ധരുമൊക്കെ വന്നു പോയത്. അതായത് കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു നിയമോപദേശമൊക്കെ പിണറായി തേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ED നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സുപ്രീം കോടതിയെ എങ്ങനെ അതിവേഗം സമീപിക്കണം എന്നതിനെക്കുറിച്ച് അടിയന്തര ചർച്ചകൾ നടന്നു എന്നൊക്കെയാണ് വിവരം. CPM എന്ന പാർട്ടിയെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് അണികൾ പോലും, അതായത് താഴെ തട്ടിലുള്ള അണികളും പ്രാദേശിക നേതാക്കളും വരെ ചോദിക്കുന്നു, കോടതി അന്വേഷണത്തിന് പൂർണ്ണ ഉത്തരവ് കൊടുക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഇല്ലാതെ വെറുതെ ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടില്ലല്ലോ എന്നാണ്. സ്വതന്ത്രമായ ഒരു അന്വേഷണം EDക്ക് നടത്താമെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറിയിട്ടുണ്ട് എന്ന് പ്രവർത്തകരും പറയുന്നുണ്ട്. അതായത് വീണയുടെയും പിണറായിയുടെയും കൈകളിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ടോ എന്ന് എല്ലാവരിലും ഇപ്പോൾ സംശയം തോന്നി തുടങ്ങുകയാണ്. അതായത് ഇതുവരെ പിണറായിയെ ഒക്കത്തെടുത്ത് വെച്ചിരുന്നവർ പോലും ഇന്ന് പിണറായിയെ വലിച്ച് പുറത്തേക്കിടുന്നുണ്ട്. കാരണം CMRL കേസ്, അതുപോലെ തന്നെ വീണയുടെ എക്സാലോജിക്ക്, ഇതെല്ലാം പാർട്ടിയെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് പോലും തിരുവനന്തപുരത്തെ AKG സെന്ററിൻ്റെതാണ്. മറ്റൊരു നേതാക്കളോടും കൂടി ആലോചിക്കാതെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വീണ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് പാർട്ടിയെ പോലും കുടുക്കുന്ന നയമാണ്, നിലപാടാണ് പിണറായിയും മകളും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഒറ്റ വാക്കിൽ പറയേണ്ടത്. പാർട്ടിയെ കുളം തോണ്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസിലെ നിർണായക വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ശേഖരിക്കുന്നതിനും അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുമപ്പുറം കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ വരവ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം എന്നാണ് ഇപ്പോഴത്തെ ചില സൂചനകൾ. CMRL-ഉം വീണയും മാത്രമായിരിക്കില്ല അതിൻ്റെ ലക്ഷ്യമെന്ന് അർത്ഥം. അതായത് മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിൻ വീണയല്ലെന്ന് അന്വേഷണ സംഘങ്ങൾക്കറിയാം. അതിൻ്റെ തലയിലേക്ക് എത്താനുള്ള പഴുതു നോക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് പിണറായിയിലേക്ക് എന്ന് തന്നെ വ്യക്തം. ഇവിടെ പിണറായി ഇനി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി പാർട്ടി പഴയ തോതിൽ പിണറായിക്കോ കുടുംബത്തിനോ ഒപ്പം നിൽക്കില്ല, സംരക്ഷിക്കില്ല എന്നുള്ളതാണ്. CPM-ന് പരിമിതികളുണ്ട് ഇടപെടുന്നതിന്. പാർട്ടിക്കാരോട് പോലും മാസപ്പടിയിലെ പിപ്പിടി വിദ്യയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്തിന് വീണയെ രക്ഷിക്കാൻ വേണ്ടി തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട് കേസും കൂട്ടവുമായി ജയിലിൽ കിടക്കണമെന്ന് ചോദ്യം പ്രവർത്തകർ തന്നെ ഉയർത്തുന്നു. സോഷ്യൽ മീഡിയയിൽ CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും അണികളിൽ നിന്നും പച്ചയ്ക്ക് ചില തുറന്നെഴുത്തുകളും. ചാവേറുകളാകാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പിണറായിക്ക് കൊടുക്കുന്ന താക്കീത്. അങ്ങനെ അത്ര എളുപ്പമൊന്നും പിണറായിക്കപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല. പാർട്ടിയും ഇടം തിരിഞ്ഞു നിൽക്കുന്നത് പിണറായിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.